കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കുന്ന മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിക്ക് കരുത്തേകി ഭൂമി കൈമാറ്റം നടന്നു. പരേതയായ പുത്തൻപുരയ്ക്കൽ മറിയാമ്മ എന്ന അമ്മിണി ടീച്ചറുടെ കുടുംബം 88 സെന്റ് ഭൂമിയാണ് പദ്ധതിക്കായി നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള ഈ മഹത്തായ കാരുണ്യ പ്രവർത്തനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. PI വർഗീസേട്ടൻ്റെയും രണ്ടുപേരുടെയും ബന്ധുക്കൾ, ഞാനതങ്ങനെ എടുത്തു പറയാൻ കാരണം കിട്ടിയപ്പാപ്പനുള്ള കാലത്തും വർഗീസേട്ടനുള്ള കാലത്തും അമാട്ടിക്കുന്നിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച വളരെ ചെറുപ്പം മുതൽക്കുള്ള പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട സുരേന്ദ്രനും ഉണ്ടാകും. അപ്പം അന്ന് ഈ മേഖലയ്ക്കകത്ത് അയ്യപ്പേട്ടനും കൃഷ്ണേട്ടനും കുഞ്ഞരുവിക്കയും ഒപ്പം കിട്ടിയപ്പാപ്പനും എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം 1950കളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കേരള സർക്കാരിന്റെ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതർക്കായി നടപ്പിലാക്കുന്ന മനസ്സിനോടിത്തിരി മണ്ണ് വടക്കാഞ്ചേരിയിൽ ജനശ്രദ്ധ നേടുന്നു. പരേതയായ പുത്തൻപുരയ്ക്കൽ മറിയാമ്മ എന്ന അമ്മിണി ടീച്ചറുടെ കുടുംബം തങ്ങളുടെ 88 സെന്റ് ഭൂമിയാണ് ഭവനരഹിതർക്കായി നഗരസഭയ്ക്ക് വിട്ടു നൽകിയത്. ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഭൂമി ഏറ്റെടുക്കൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ മിനി അരവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മറിയാമ്മയുടെ കുടുംബത്തിന്റെ ആവശ്യാർത്ഥം 5 കുടുംബങ്ങൾക്കുള്ള ധാരണാപത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി. അതോടൊപ്പം ലൈഫ് PMIY ഭവന പദ്ധതിയുടെ ജിയോ ടാഗർമാരെ നഗരസഭ ആദരിക്കുകയും ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷൻ PN സുരേന്ദ്രൻ, മടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീല മോഹൻ, സ്വപ്ന ശശി, PG സനീഷ്, ധന്യ നിതിൻ കൂടാതെ ചെറിയാൻ ചെന്നിക്കര, വിവിധ കൗൺസിലർമാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭൂരഹിതർക്ക് സ്വന്തമായി ഒരിടമൊരുക്കാൻ സുമനസുകൾ മുന്നോട്ട് വരുന്നത് നാടിന് വലിയ മാതൃകയാണെന്ന് MLA അഭിപ്രായപ്പെട്ടു.